എവരിവൺ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് 2026ന്റെ ഭാഗമായിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻ ആണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി പാർട്സ് ഓഫ് സ്പീച്ചും പ്രപ്പോസിഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ നൗണിൻ്റെ, അതായത് നമുക്കൊരു നൗണ് തന്നിട്ട് ആ നൗണിൻ്റെ കളക്ഷനെ, ഗ്രൂപ്പ്, ആ ഒരു നൗണിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും എന്നുള്ളതാണ് എന്ത് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നൗണിനെ അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് എ നൗൺ, അത് എന്താണ്, അതിന് പറയുന്ന പേര്, അതിനൊരു സ്പെസിഫിക് ടേം ഉണ്ടാവും. അപ്പോൾ ആ ടേം, ആ ഒരു പേരെന്താണ് എന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്തുണ്ടാവും, കളക്റ്റീവ് നൗൺസിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കളക്റ്റീവ് നൗൺസ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ മോഡലിൽ തന്നെ എന്ത് ചെയ്തു ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മക്കള്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ എക്സാമ്പിൾ എന്താണ്, എ ഡാഷ് ഓഫ് ബേർഡ്സ്. അതായത് ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നൗൺ ആണ് അല്ലേ. അപ്പോൾ ബേർഡ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് പറയുക, അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ ഒരു കളക്ഷനെ, കുറേ ബേർഡ്സ് വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പറയില്ലേ, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കൂട്ടം കൂടി നിൽക്കുകയാണെങ്കിൽ എന്ത് പറയും, കുട്ടികളുടെ ഒരു കൂട്ടം എന്ന് പറയില്ലേ. അതുപോലെ ഇംഗ്ലീഷിൽ ബേർഡ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് ഉണ്ട്, ഹേർഡ്, ഫ്ലോക്ക്, പാക്ക്, ക്രൗഡ്. അപ്പോൾ എന്താണ് നമ്മൾ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, ഫ്ലോക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ബേർഡ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാണ്. അപ്പോൾ മക്കൾ എങ്ങനെ നോട്ട് ചെയ്യണം, ഫ്ലോക്ക് എന്ന് എഴുതുക, എന്നിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ബേർഡ്സ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, അടുത്തത് എ ഡാഷ് ഓഫ് കാറ്റിൽ. അപ്പോൾ കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കന്നുകാലികൾ, ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റിലിനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് അടുത്തത്. എന്താണ് പറയുന്നത്, ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് കേൾക്കുന്നതാണ്. എന്താണ് നമ്മൾ പറയുന്നത്, ഹേർഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എ ഹേർഡ് ഓഫ് കാറ്റിൽ, കന്നുകാലികളുടെ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഹേർഡ് ഓഫ് കാറ്റിൽ എന്നാണ്, ഹേർഡ് എന്നാണ് കേട്ടോ പറയുക. അടുത്തത് എ ഡാഷ് ഓഫ് ബീസ്. അപ്പോൾ തേനീച്ചകളുടെ ഒരു കൂട്ടത്തിനെയാണ് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേനീച്ചകളുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്താ പറയാന്നറിയോ, സ്വാം എന്നാണ് കേട്ടോ പറയാ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബീസിനെ, ഗ്രൂപ്പ് ഓഫ് തേനീച്ചകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സ്വാം എന്നാണ് കേട്ടോ, SWARM. ഓക്കെ, അടുത്തത് എ ഡാഷ് ഓഫ് ലയൺസ്. ഇനി നമുക്ക് സിംഹങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. എ ഡാഷ് ഓഫ് ലയൺസ് എന്താണ് പറയുന്നത്, പാക്ക് എന്നാണോ, ഫ്ലീറ്റ് എന്നാണോ, സ്റ്റാക്ക് എന്നാണോ, പ്രൈഡ് എന്നാണോ, എന്താ പറയുന്നത് അറിയോ? നമ്മുടെ സിംഹം എന്ന് പറഞ്ഞാൽ കാട്ടിലെ രാജാവ് എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് എന്തുണ്ട്, കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്, ഞാൻ രാജാവാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് അവര്, പ്രൈഡ് ഓഫ് ലയൺസ് ആണ് കേട്ടോ. ഗ്രൂപ്പ് ഓഫ് ലയൺസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈഡ് ഓഫ് ലയൺസ് എന്ന്. അടുത്തത് എ ഡാഷ് ഓഫ് വുൾഫ്സ്. അപ്പോൾ ചെന്നായകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്, ചെന്നായകളുടെ ഗ്രൂപ്പിനെ, ഗ്രൂപ്പ് ഓഫ് വൂൾഫ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പാക്ക് എന്ന്, പാക്ക് ഓഫ് വൂൾഫ്സ്. നമ്മൾ സ്റ്റോറീസ് ഒക്കെ വായിക്കുന്ന സമയത്തൊക്കെ അതിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ് പാക്ക് ഓഫ് വൂൾഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൂൾഫ്സിൻ്റെ കളക്റ്റീവ് നൗണാണ് എന്ത്, പാക്ക് എന്ന് പറയുന്നത്. അടുത്തത് എ ഡാഷ് ഓഫ് ഫിഷ്. മത്സ്യങ്ങൾ, മീനുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയോ, മീനുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ്. അപ്പോൾ ഫിഷുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സ്കൂൾ എന്നാണ് കേട്ടോ. എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് ഫിഷിൻ്റെ കളക്റ്റീവ് നൗണായിട്ട് വരുന്നത്. അടുത്തത് എ ഡാഷ് ഓഫ് പ്ലെയേഴ്സ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കളക്റ്റീവ് നൗണ്. എന്താണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ പറയുക, ഏത് പ്ലെയർ ആയിക്കോട്ടെ നമ്മൾ എന്താ പറയുക, ടീം എന്നാണ് അല്ലേ. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ, അതായത് കളിക്കുന്ന ആളുകളുടെ, സ്പോർട്സ് പീപ്പിളിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ടീം എന്നാണ്. അപ്പോൾ എ ടീം ഓഫ് പ്ലെയേഴ്സ്. അടുത്തത് എ ഡാഷ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ
വിദ്യാർത്ഥികൾ, പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക? ഇതും ഈസിയാണ്. എന്താ പറയുന്നത്? നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്? എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ കളക്റ്റീവ് നൗൺ ആണ് അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്തത് എ ഡാഷ് ഓഫ് പീപ്പിൾ. എന്താണ്? ആളുകൾ. അത് വലിയ ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഓക്കെ, അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക? നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത്, ആ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കോമൺ ആയിട്ട്. എന്താണ്? ക്രൗഡ് എന്നാണ് കേട്ടോ. അപ്പോൾ പീപ്പിളിൻ്റെ, ആളുകളുടെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന കളക്റ്റീവ് നൗൺ ആണ് എന്ത്? ക്രൗഡ് എന്ന് പറയുന്നത്, ആൾക്കൂട്ടം. ഓക്കെ. അടുത്തത് എ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. ഇത് വളരെ ഈസിയാണ്. ഇതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും. എ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക? ബൊക്കെ എന്നാണ് അല്ലേ? എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ. ഇനി അടുത്തത് എ ഡാഷ് ഓഫ് ഷിപ്സ്. ഷിപ്പുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്? അറിയുന്നവരുണ്ടോ? ഇതും വായിക്കുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ചിലപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷിപ്പിൻ്റെ, അതായത് കപ്പലുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേര് ഫ്ലീറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഷിപ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഷിപ്സിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ഫ്ലീറ്റ് എന്നാണ്. അടുത്തത് എ ഡാഷ് ഓഫ് സ്റ്റിക്സ്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. വടികൾ, കമ്പുകളുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്താണ് പറയുന്നത്? കമ്പുകളുടെ കളക്റ്റീവ് നൗൺ എന്താണ്? അതായത് വടികളുടെ, സ്റ്റിക്കുകളുടെ കളക്റ്റീവ് നൗൺ എന്താണ്? ബണ്ടിൽ എന്നാണ്. കെട്ട് അല്ലേ? ഒരു കെട്ട് കമ്പുകൾ, ഒരു കെട്ട് സ്റ്റിക്സ്. ഓക്കെ. ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റിക്കുകളുടെ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് ബണ്ടിൽ എന്ന്. ഓക്കെ. അടുത്തത് ആൻഡ് ഡാഷ് ഓഫ് സോൾജിയേഴ്സ്. സോൾജിയേഴ്സിൻ്റെ, പട്ടാളക്കാരുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്താണ് പറയുക? എന്താണ് ആ ഒരു കളക്റ്റീവ് നൗണ്? ഇതും വളരെ ഈസിയാണ്. ഇതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത്. ഈസി ആയിട്ടുള്ള ഒന്നാണ്. എന്താണ് ആൻസർ? ആർമി അല്ലേ? an army of soldiers. ഓക്കെ. സോൾജിയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർമി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, എ ഡാഷ് ഓഫ് സിംഗേഴ്സ്. പാട്ട് പാടുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് പറയുക? ഇതും ഈസി ആയിട്ടുള്ള ഒന്നാണ്. എന്താണ്? പാട്ട് പാടുന്ന സിംഗേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ക്വയർ. ഓക്കെ. എ ക്വയർ ഓഫ് സിംഗേഴ്സ്. അവസാനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളക്റ്റീവ് നൗൺ കൂടെ, എ ഡാഷ് ഓഫ് ഗ്രേപ്സ്. മുന്തിരി. മുന്തിരിയുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്താ പറയുക? മലയാളത്തിൽ അറിയുന്നവരുണ്ടാവും, ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്താ പറയുക? എ ഡാഷ് ഓഫ് ഗ്രേപ്സ്. ഗ്രേപ്സിൻ്റെ കളക്റ്റീവ് നൗണിനെ നമ്മൾ എന്താണ് പറയുന്നത്? ബഞ്ച് എന്നാണ് പറയുന്നത് കേട്ടോ. എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കളക്റ്റീവ് നൗൺസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ CM Kids എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചും പ്രപ്പോസിഷൻസും ഒക്കെ പഠിച്ച പോലെ തന്നെ നന്നായിട്ട് പഠിച്ചു പോവേണ്ട ഒരു ടോപ്പിക്കാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കളക്റ്റീവ് നൗൺസ് എന്ന് വരും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 കളക്റ്റീവ് നൗൺസ് ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അതല്ലാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് കൂടി അതെന്താവും? അത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. നമുക്ക് പുതിയൊരു ടോപ്പിക് കൂടെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ ബൈ.